ഹായ് ഗൈസ്, നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടാവും LCD ഡിസ്പ്ലേ അതുപോലെ AMOLED ഡിസ്പ്ലേസ് എന്ന്. ആക്ച്വലി അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പലർക്കും അറിയില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മളത് അതിൻ്റെ ഡിഫറൻസ് ഏറ്റവും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ടാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി LCD ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ 3 ലെയർ ആയിട്ടാണുള്ളത്. ഇപ്പോൾ ഇവിടെ അടിയിലൊരു ലെയർ, നടുക്കൊരു ലെയർ, ഏറ്റവും മേലെ ഒരു ലെയർ. LCD ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അടിയിലൊരു ലെയർ, ആ ലെയറിൽ ബാക്ക് ലൈറ്റ് ഉണ്ടാവും, അവിടെ ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും. അതുപോലെ നടുക്ക് ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ഉണ്ടാവും, ലിക്വിഡ് ക്രിസ്റ്റൽ, അതാണ് ഈ ലൈറ്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും മേലത്തെ ലെയറിലാണ് ഈ പിക്സൽസ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഡാർക്ക് സീൻ, അതായത് ഡാർക്കായിട്ടുള്ളൊരു ഇമേജ് കാണണമെങ്കിൽ അടിയത്തെ ബാക്ക് ലൈറ്റ് LCDൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നല്ലെങ്കിലും LCDൻ്റെ വർക്കിങ്ങിൽ പറയുകയാണെങ്കിൽ ഏറ്റവും അടിയത്തെ ആ ബാക്ക് ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും. ഇനി നമുക്കൊരു ഡാർക്ക് കളർ അതല്ലെങ്കിൽ ഡാർക്ക് ഇമേജ് കാണണമെങ്കിൽ ഈ നടുക്കത്തെ ലിക്വിഡ് ക്രിസ്റ്റൽ ആ ലൈറ്റിനെ അവിടെ തടഞ്ഞേക്കും. ആ ലിക്വിഡ് ക്രിസ്റ്റലാണ് അതിനെ തടയുന്നത്. അപ്പം മേലത്തെ പിക്സലിലേക്ക് ലൈറ്റ് വരില്ല. അങ്ങനെയാണ് LCDയിൽ ഒരു ഡാർക്ക് ഇമേജുകൾ കാണിക്കുന്നത്. പക്ഷേ അതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതിൻ്റെ അടിയിൽ ലൈറ്റ് എപ്പോഴും ഓണായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്യുവർ ബ്ലാക്ക് കളർ അതിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. ചെറുതായിട്ടൊരു ഗ്രേ ഷെയ്ഡെങ്കിലും വരും. പിന്നെ നമ്മുടെ AMOLED ഡിസ്പ്ലേസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ LCD ഡിസ്പ്ലേസ് AMOLED ഡിസ്പ്ലേസിൻ്റെ അത്രയും വൈബ്രൻ്റ് അല്ല, അത്ര പഞ്ചി കളേഴ്സ് ഒന്നും തരില്ല. പക്ഷേ നമ്മൾ AMOLEDനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഫുൾ പിക്സൽസ് ആണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഓരോരോ പിക്സൽസും അതിന് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓരോ പിക്സൽസിന് വേണമെങ്കിൽ അപ്പം ഷട്ട് ഡൗൺ, അത് എപ്പോൾ വേണമെങ്കിലും ഓഫ് ആവാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്ലിയർ ഇമേജ്, അതായത് ഒരു ബ്ലാക്ക് ഫോട്ടോ കാണണമെങ്കിൽ ആ പിക്സൽസ് ഫുള്ള് ഓഫ് ആവും. അപ്പോൾ നല്ല പ്യുവർ ബ്ലാക്ക് കളറാണ് വരിക. പക്ഷേ LCDയിൽ അങ്ങനെ പറ്റൂല. അതിനും പിക്സൽസ് ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓഫ് ആവാൻ പറ്റൂല. അതിൻ്റെ അടിയിൽ ബാക്ക് ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്യുവറായിട്ട് ബ്ലാക്ക് കളർ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ AMOLEDന് നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ, നല്ല പ്യുവർ ബ്ലാക്ക് കളർ കിട്ടും. പക്ഷേ അത് നമ്മുടെ AMOLEDൽ അങ്ങനെ കിട്ടൂല. കൂടുതൽ പഞ്ചി വൈബ്രൻറ്റ് കളേഴ്സൊക്കെ തരുന്നതും നമ്മുടെ AMOLED ഡിസ്പ്ലേസ് ആണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുക ബെസ്റ്റ് ഡിസ്പ്ലേ ഏതാണെന്ന് ചോദിച്ചാൽ AMOLED ഡിസ്പ്ലേ ആണ്. നന്നായിട്ട് കളർ തരും, നല്ല വൈബ്രൻ്റ് ആയിട്ട് ഡാർക്കും ബ്രൈറ്റും നല്ല ഡിഫറൻസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഐ പ്ലീസിങ് ആയിരിക്കും നമ്മുടെ AMOLED ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ LCDൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ബാക്ക് ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ പ്യുവർ ബ്ലാക്ക് കാണാൻ പറ്റില്ല. അത്രയും കോൺട്രാസ്റ്റുള്ള ഇമേജുകൾ അല്ലെങ്കിൽ വീഡിയോസ് കാണിക്കാൻ പറ്റില്ല. പിന്നെ ബാക്ക് ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിനിങ്ങും കൂടുതലായിരിക്കും. പക്ഷേ AMOLED ഡിസ്പ്ലേസിൽ അങ്ങനെ ബാക്ക് ലൈറ്റിന് വേണ്ടിയൊരു കോൺസെപ്റ്റ് ഇല്ല. ഓരോ പിക്സൽസും ഇൻഡിവിജ്വൽ ആയിട്ടാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. അതിന് കൂടുതൽ കോൺട്രാസ്റ്റ്, പഞ്ചിനെസ് ഒക്കെ തരാൻ പറ്റും. കൂടുതൽ കളർഫുള്ളായിട്ട് നമുക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി പ്രീമിയം ഫീലിംഗ് കിട്ടുന്നത് AMOLED ഡിസ്പ്ലേസിലായിരിക്കും. ആക്ച്വലി OLED ഡിസ്പ്ലേ എന്ന് പറയുന്നതും ശരിക്കും ഈ OLED ഡിസ്പ്ലേൻ്റെ അഡ്വാൻസ്ഡ് വെർഷനാണ് AMOLED ഡിസ്പ്ലേ. OLED ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ പിക്സൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ AMOLED ഡിസ്പ്ലേനാണെങ്കിൽ ഓരോ പിക്സൽസും, ഇപ്പോൾ ഈ പിക്സലിൻ്റെ ലൈറ്റ് കളയണമെങ്കിൽ ഇത് ഇൻഡിവിജ്വലായിട്ട് ഇതിൻ്റെ ലൈറ്റ് കളയാൻ പറ്റും. പക്ഷേ OLED ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് ഇൻഡിവിജ്വലായിട്ട് കളയാൻ പറ്റില്ല. കളയുകയാണെങ്കിൽ ഈ ഫുൾ റോസിൻ്റെ ലൈറ്റ് ഡിം ചെയ്യാനേ പറ്റുള്ളൂ. അതിൽ ആ റോയിൻ്റെ ഫുൾ ലൈറ്റ് ഓഫ് ആക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ OLED ഡിസ്പ്ലേൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വെർഷനാണ് AMOLED ഡിസ്പ്ലേ. ഇപ്പോൾ ഒരു യൂസറിന് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ LCD ഡിസ്പ്ലേസിനേക്കാളും ബെറ്റർ AMOLED ഡിസ്പ്ലേസ് ആയിരിക്കും. കാരണം അതിൻ്റെ പഞ്ചിനെസ്, കോൺട്രാസ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ AMOLED ഡിസ്പ്ലേസ് ആയിരിക്കും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക.